എന്താ പുറത്ത് തണുപ്പ്, പുതച്ചിരുന്നോർത്തുനിന്ന് എണീക്കാൻ പോലും തോന്നുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ചെറിയൊരു പനി ജലദോഷം ആഘോഷത്തിലായിരുന്നു. ഇപ്പോഴും ശബ്ദം അങ്ങോട്ട് ശരിയായി വരുന്നേ ഉള്ളൂ. പക്ഷെ ശാരീരിക അസ്വസ്ഥതകളൊക്കെ ശാരീരിക ബുദ്ധിമുട്ട് അത് മതി. മാറിയ സ്ഥിതിക്ക് നമുക്ക് ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് കേട്ടോ ഇന്നത്തെ എന്റെ ജിം ഡ്രസ്. ഇനി മുഖമൊക്കെ ഒന്ന് മിനുക്കി നമുക്ക് മെല്ലെ റെഡിയാവാം. ഈ ജിമ്മിൽ എല്ലാ ആൾക്കാരും ഒടുക്കത്തെ ലുക്കിലാ വരിക. അതിന്റെ പകുതിയെങ്കിലും എത്താൻ പറ്റുമോ നോക്കാലോ. അങ്ങനെ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല കേട്ടോ. ചെറിയൊരു മോയ്സ്ചറൈസറും പിന്നെ ഒരു സൺസ്ക്രീനും, പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ ടച്ചപ്പും, അത്ര മതി. ഇത് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് 2% നയാസനമൈഡ് ഹൈബ്രിഡ് സൺസ്ക്രീൻ. SPF 50 ആണ് ആൻഡ് PA വിത്ത് 4+, അതായത് പ്രോപ്പർ പ്രൊട്ടക്ഷൻ ഫ്രം UVA ആൻഡ് UVB. ഫ്രാഗ്രൻസ് ഫ്രീ ആയി വളരെ ലൈറ്റ് വെയിറ്റ് ആയി ഈസി ടു ബ്ലെൻഡ് ആവുന്ന ഒരു ടെക്സ്ചർ ആണ്. പിന്നെ ഈ സൺസ്ക്രീൻ ഒരു ട്രൂ SPF ടെസ്റ്റ് കഴിഞ്ഞതാണ്, ലാബിലും അതേപോലെ സ്കിന്നിലും. അതുകൊണ്ട് തന്നെ ഇത് തരുന്ന ഒരു പ്രൊട്ടക്ഷൻ ലെവൽ വെരിഫൈഡ് ആണ്. എന്റെ എക്സ്ട്രീം ഡ്രൈ സ്കിന്നും ഒപ്പം ഇവിടുത്തെ ഒരു മോഡറേറ്റ് ഹ്യൂമിഡിറ്റിക്കും ഈ സൺസ്ക്രീൻ നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട്. ഇനി ലിപ്സ്റ്റിക് ഇട്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് കേട്ടോ നമ്മുടെ എന്ത് ഉദ്ദേശം. ഇനി ഐബ്രോസും കൂടെ ഒന്ന് മാടി ഒതുക്കിയാൽ നമ്മൾ റെഡി. ഡെലിവറി കഴിഞ്ഞ് ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്തത്. അതും വളരെ സ്ലോ ആയിട്ട്. ഇത്തവണ അങ്ങനെ വെറും ഒരു ഫാറ്റ് ലോസും വെയിറ്റ് ലോസും അല്ലാട്ടോ ഉദ്ദേശം. കുറച്ച് വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ഒന്ന് ചെയ്ത് ഒന്നും കൂടെ സ്ട്രോങ്ങർ ആയി ഫീൽ ചെയ്യണം. 2-3 ആൾക്കാരൊക്കെ വന്നാൽ സിമ്പിളായി ഇടിച്ചിടാൻ പറ്റണം, ചുമ്മാട്ടോ. പിന്നെ എനർജിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനും ജിമ്മ് കൂടുതൽ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കി എടുക്കാനുമാണ് ഞാൻ ഇത്തവണ ശ്രമിക്കുന്നത്. അങ്ങനെ ഞാൻ റെഡി, പോയാലോ? ഇറങ്ങുന്നതിന്റെ മുന്നേ ഇനി ബാഗും കൂടെ ഒന്ന് പാക്ക് ചെയ്യാം. എവിടെ പോകുമ്പോഴും എന്റെ പാക്കിംഗ് കുറച്ച് ഓവറാന്നുള്ളൊരു അടക്കി പറച്ചിൽ ഈ വീട്ടിലും പഞ്ചായത്തിലും ഒക്കെ ഉണ്ട്. പിന്നെ 10-30 വയസ്സായില്ലേ, ശീലങ്ങളൊക്കെ മാറ്റാൻ പറ്റുമോ? ചുമ്മാട്ടോ, ഇതൊന്നും ഞാനൊഴികെ വേറെ ആരെയും ബാധിക്കാത്ത പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ പോയി എന്റെ മസിലൊക്കെ ഇളക്കി മറിച്ചിട്ട് വരാം. പിന്നെ 6 മാസം പോസ്റ്റ്പാർട്ടിൽ ജിമ്മ് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോരുത്തരുടെ ബോഡിയാണ്. ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുന്നേ നമ്മൾ നമ്മുടെ ഗൈനക്കോളജിസ്റ്റോട് ഒന്ന് കൺസൾട്ട് ചെയ്യുക. ഞാൻ അതാണ് ചെയ്തത്. പിന്നെ ജിമ്മിലൊക്കെ ഒന്ന് വരുമ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുമല്ലോ, അതും കൂടി ഈ സമയത്ത് ആവശ്യമാണ്.